ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ക്രിസ്തീയ ആത്മീയ കുടുംബ ദർശനത്തെപ്പറ്റി, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ നിർദ്ദേശത്തെ കേന്ദ്രീകരിച്ച് ചില പ്രാവർത്തിക പ്രമാണങ്ങൾ നമുക്ക് പങ്കിടാൻ ഇടയായതിന് തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രം ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നുള്ളതാണ്. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഇപ്രകാരം ഒരു നിർദ്ദേശം പ്രത്യേകമായി നൽകേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഭർത്താക്കന്മാർക്ക്, പുരുഷന്മാർക്ക് വളരെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അത്രയും പ്രയാസമില്ലെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. ഇത് രണ്ടും വളരെ പ്രയാസമുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങൾ നിശ്ചയമായും അങ്ങനെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ആവശ്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഭർത്താക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ ഇടയിൽ സത്യം പറയുക വളരെ വിരളമാണ്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ, ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല, നിങ്ങളൊരു 100 കുടുംബങ്ങളെടുത്താൽ, ക്രിസ്തീയ കുടുംബങ്ങളെടുത്താൽ, അതിലൊരു 10% പോലും ഭാര്യമാരെ അവരർഹിക്കുന്നത് പോലെ സ്നേഹിപ്പാൻ അറിയുകയും കഴിവുമുള്ള പുരുഷന്മാരുണ്ടാകുകയില്ല. പുരുഷന്മാരുടെ ഏറ്റവും വലിയ പരാജയം അവർക്ക് സ്നേഹം എന്ന് അറിയാൻ കഴിയാതെ പോകുന്നതും, അതുകൊണ്ട് തന്നെ സ്നേഹിക്കുക എന്ന കടമയിൽ പരാജയപ്പെടുന്നതുമാണ്. ഇതിൻ്റെ മുഖ്യ കാരണം സാംസ്കാരികമാണ്. പുരുഷ മേധാവിത്വത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയിൽ, സാമൂഹ്യ ഘടനയിൽ, ജീവിത ദർശനത്തിൽ പുരുഷന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം സ്നേഹിക്കുവാനുള്ള അവൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. ഇത് വേണ്ടതുപോലെ തിരിച്ചറിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ യുക്തി എന്താണ് എന്ന് ഞാൻ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കട്ടെ. അധികാരവും സ്നേഹവും ഒരേ സമയത്ത് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ സഭകളുടെ അവസ്ഥയെ നോക്കിയാൽ മതി. നമ്മുടെ സഭയുടെ അധികാര കേന്ദ്രത്തിൽ ഏറ്റവും ഉച്ചസ്ഥലത്തിരിക്കുന്ന ആളിന് ബാക്കിയുള്ളവരെ സ്നേഹിപ്പാൻ അല്പം പ്രയാസമാണ്. സ്നേഹം നടിക്കും, പക്ഷെ ആ സ്നേഹം നടിക്കുന്നത് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ സാധ്യമാണെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് പണക്കാരോട് വലിയ സ്നേഹം കാണിക്കുന്നത്. പാവപ്പെട്ടവരോട് സ്നേഹം കാണിക്കുന്ന ഒരു ബലഹീനത നമ്മുടെ മത നേതാക്കന്മാർക്കില്ല എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു തുറന്ന പരസ്യമായ രഹസ്യമാണ്. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല. ഇവിടെ കുറ്റം പറയേണ്ടത്, ക്ഷമിക്കണം, നാം സൃഷ്ടിച്ചു വെച്ച ഈ ശ്രേണീബദ്ധമായ ഹയറാർക്കിക്കലായിട്ടുള്ള സഭാ ഘടനയാണ്, ഭരണഘടനയാണ്. അതിൽ എവിടെയൊക്കെ ഹയറാർക്കി ഉണ്ടോ അവിടെയെല്ലാം സ്നേഹം അടിച്ചമർത്തപ്പെടും, സ്നേഹം ശോഷിച്ചു പോകും, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹം ഉതിർന്നു പോകും. ഇത് നാം ഏവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ജനങ്ങളെ സ്നേഹിക്കുന്ന നേതാക്കന്മാർ അല്പം പോലും, ഒന്നുപോലും ഇല്ല തന്നെ. ഇലക്ഷൻ വരുമ്പോൾ വലിയ സ്നേഹം നടിക്കുമെങ്കിലും നിങ്ങൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ മാല പൊട്ടിപ്പോകും എന്നത്
ആവർത്തിച്ച് ആവർത്തിച്ച് നാം ഏവരും അനുഭവിച്ചിട്ടുള്ള ഒരു പരാധീനതയാണ്, ഒരു ഹൃദയവേദനയാണ്. ഇത് ഭവനത്തിൻ്റെ പശ്ചാത്തലത്തിലും അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പുരുഷ മേധാവിത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ സംസ്കാരവും നമ്മുടെ മതപരമായ ധാരണകളും പ്രത്യേകിച്ച് കുടുംബ സംബന്ധമായ ക്രമീകരണങ്ങളും ഒരു ആൺകുഞ്ഞ് പിറന്നു വീഴുന്ന നിമിഷം മുതൽ അവൻ വിവാഹം കഴിക്കുന്നതിലും വിവാഹം കഴിച്ച് പരാജയപ്പെടുന്നതിലും പിന്നെ ആ പരാജയം ആരോടും പറയാതെ കടിച്ചമർത്തി അവസാനം അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും പുരുഷ മേധാവിത്വം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വീട്ടിൽ ഒരു മകനും ഒരു മകളും ഉണ്ടെങ്കിൽ മകന് പ്രത്യേകമായ പരിഗണന ഇന്നും ലഭിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വളർത്തപ്പെട്ടു വരുന്ന ഒരു ബാലന് അവനൊരു യുവാവായി തീരുമ്പോൾ മറ്റുള്ളവരെ കരുതണമെന്നോ സ്നേഹിക്കണമെന്നോ സേവിക്കണമെന്നോ എന്ന് തോന്നുവാൻ ഇടയില്ല. വല്ലപ്പോഴും അവിടെയും ഇവിടെയും ഇതിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തികളുണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. ഞാൻ പൊതുവായ ട്രെൻഡുകളെ പറ്റിയാണ് പറയുന്നത്, കോമൺ പാറ്റേൺസ്. അപ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർക്ക് സ്നേഹിക്കാനുള്ള കഴിവ് നന്നേ കുറവാണ്. എന്നാൽ പ്രേമിച്ച് കിട്ടുന്നില്ലയോ? ഉണ്ട്. പക്ഷെ അത് സ്നേഹമാണ് എന്നതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെപ്പറ്റി 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു റെഫറൻസ് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകേണ്ട ആവശ്യം, തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു അവസ്ഥയല്ല. അത് പ്രത്യേകമായി അവൻ ശ്രദ്ധിക്കേണ്ട ഒരു ആത്മീയമായ കടമയാണ്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. കീഴ്പ്പെട്ടിരിക്കണമെങ്കിൽ ഭാര്യ ഭർത്താവിൻ്റെ അധികാരത്തെ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യണം. അത് സംഭവിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അധികാരം ആത്മീകമായ എന്താ പറയുന്നത്, ആധികാരികത ഉള്ളതായിരിക്കണം. ഭർത്താവിൻ്റെ അധികാരം സാംസ്കാരികമാണ്, പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ഏച്ചുകെട്ടലാണ് എങ്കിൽ അങ്ങനെ ഭർത്താവിനെ അനുസരിക്കണമെന്നത് ഒരു ഭാര്യയുടെയും കടമയല്ല. ആ കാര്യത്തെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ഭാര്യമാർ വളരെ സന്തോഷത്തോടെ നിങ്ങളെ അനുസരിക്കേണ്ടതിന്, നിങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കേണ്ടതിന് അനുയോജ്യമായ ആത്മീയ അധികാരം പ്രാപിപ്പാൻ നിങ്ങൾ കൂട്ടാക്കുകയും. ഇനിയും ഈ ആത്മീയമായ അധികാരം എന്താണ്? അത് സാംസ്കാരികമായ അധികാരമല്ല എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ആത്മീയമായ അധികാരം? അതിൻ്റെ പേരാണ് സ്നേഹം എന്നുള്ളത്. അതിൻ്റെ പേരാണ് സ്നേഹം എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. യേശുവിൻ്റെ സ്നേഹമായിരിക്കണം നിങ്ങളുടെ സ്നേഹത്തെ അളക്കുവാനുള്ള മാനദണ്ഡം. ആ ഉയർന്ന മാനദണ്ഡം വെച്ച് നിങ്ങൾ എപ്രകാരമാണ് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നത് എന്നത് നിങ്ങൾ അളന്ന് കുറിച്ച് വെച്ചുകൊള്ളുകയും. കാരണം അതാണ് ഒരു ഭവനത്തിൻ്റെ ആണിക്കല്ല്. അതില്ലെങ്കിൽ ബാക്കിയെല്ലാം തന്നെ താറുമാറായി പോകും. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, പുരുഷൻ്റെ അധികാരം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുള്ളത്. അത് എന്താണ് എന്ന് യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14, 15, 16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അത് പുരുഷൻ്റെ ഉള്ളിലെ വെളിച്ചമാണ്. യേശു പറയുന്നു,
നിന്റെ ഉള്ളിലെ വിളക്കിൻ്റെ വെളിച്ചം കൊണ്ട് നിന്റെ ഭവനം ആകമാനം വെളിച്ചമുള്ളതായി തീരട്ടെ എന്ന് പറയുന്നു. അത് പുരുഷനിൽ കൂടെ സംഭവിക്കേണ്ടതാണ്. കാരണം സ്നേഹിക്കാനുള്ള കടമ പ്രത്യേകിച്ച് പുരുഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹമാണ് വെളിച്ചം. ലോകത്തിൽ മറ്റൊരു വെളിച്ചമില്ല, സ്നേഹമാണ് വെളിച്ചം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമം ആരംഭിക്കുന്നത്. ആ വെളിച്ചത്തിൻ്റെ പേര് മറ്റൊന്നുമല്ല, സ്നേഹം എന്നാണ്. ആ സ്നേഹത്തിൻ്റെ വെളിച്ചം ഒരു ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതായിരിക്കണം ഒരു പുരുഷൻ്റെ കടമ. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ ഇടയിൽ അവന് യാതൊരു വിധത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നില്ല എന്നത് ഒരു പരിതാപകരമായ യാഥാർത്ഥ്യമാണ്. കുടുംബങ്ങൾ തകരുന്നു, ജീവിതങ്ങൾ അന്യാധീനമാകുന്നു, കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു എന്നൊക്കെ നാം പലപ്പോഴുമൊക്കെ കരയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മൂല കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗത്തിന് ശമനം വരത്തക്ക വിധത്തിൽ എങ്ങനെയെങ്കിലും ചികിത്സിക്കാനുള്ള മാർഗം വല്ലതുമുണ്ടോ എന്നന്വേഷിക്കുന്ന ഒരു സമീപനം നമുക്കില്ല. നമ്മൾ ഈ പഴഞ്ചൻ ആശയങ്ങൾ, സാംസ്കാരിക ആശയങ്ങൾ മാത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തു എങ്ങനെ തൻ്റെ സഭയെ സംരക്ഷിക്കുവാൻ സ്നേഹത്തോടെ അതിനോട് ബന്ധം പുലർത്തുന്നു, അതായിരിക്കണം നിന്റെ മാനദണ്ഡം. അപ്പോൾ തൻ്റെ ജീവനെ കൊടുത്ത് സഭയെ അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ മാതൃകയായിരിക്കണം പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വ ബോധത്തിൻ്റെ മാനദണ്ഡമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ഇനി നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കൂടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് രണ്ട് കൂട്ടർക്കും, ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഒന്നുപോലെ ബാധകമായ ഒരു ഘടകം കൂടെ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്നേഹിക്കണം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. സ്നേഹിക്കാനുള്ള അർഹത പ്രാപിക്കുക ആവശ്യമാണ്. സ്നേഹിക്കുവാനുള്ള അർഹതയുണ്ട്, സ്നേഹിക്കപ്പെടുവാനുമുള്ള അർഹതയുണ്ട്. എന്താണ് സ്നേഹിക്കുവാനുള്ള അർഹത? അത് മനുഷ്യൻ്റെ ഉള്ളിലെ വെളിച്ചം. പുരുഷൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം. ഇന്ന് പുരുഷൻ്റെ ഉള്ളിൽ അഹംഭാവമാണ്, അധികാര മോഹമാണ്, മറ്റുള്ളവരെ അവൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതിലുള്ള തികച്ചും തരംതാണ ഒരു സുഖമാണ്. അത് അന്ധകാരത്തിൻ്റെ അഭിരുചികളാണ്. അതിനു പകരം തൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്ന ഒരു വ്യക്തിത്വം വാർത്തെടുക്കുന്നതിൽ പുരുഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരുഷന് വിവാഹ ജീവിതം നയിക്കുവാനുള്ള അർഹതയുണ്ടോ അല്ല ഇല്ലയോ എന്നെങ്ങനെയാണ് നാം തീരുമാനിക്കേണ്ടത്? അവൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിച്ചിട്ട് വേണം. പക്ഷേ അത് തിരിച്ചറിയാനുള്ള കണ്ണ് നമുക്കാർക്കും ഇല്ലല്ലോ. എന്നാൽ അപ്രകാരമുള്ളൊരു തിരിച്ചറിവിൻ്റെ സാധ്യതയുണ്ട് എന്നത് സുവിശേഷം നമ്മെ അറിയിക്കുന്ന കാര്യം തന്നെയാണ്. നാം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നാം വിവാഹത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷന് വേണ്ടി ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു, ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പുരുഷനെ കണ്ടെത്തുന്നു. ഈ പ്രക്രിയയിൽ പല പരിഗണനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നും നാം ഈ പറയുന്ന പരിഗണനകൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു പുരുഷന് വേണ്ടി ഒരു സ്ത്രീയെ നോക്കുമ്പോൾ എന്ത് കിട്ടും? സ്ത്രീധനം അത് നിയമം ഇല്ലാതാക്കിയിട്ടും, നിയമം അത് കുറ്റമാണ് എന്ന് നിഷ്കർഷിച്ചിട്ടും എന്നും അതൊരു പരിഗണന തന്നെയാണ്. പിന്നെ കുടുംബത്തിൻ്റെ മഹിമ, പിന്നെ സ്ത്രീയുടെ ശാരീരിക സൗന്ദര്യം,
അല്ലെങ്കിൽ സ്ത്രീക്ക് വലിയ വരുമാനമുണ്ടോ? ഇപ്പോൾ ഗൾഫിലുള്ള സ്ത്രീകൾക്ക് എപ്പോഴും ഭർത്താക്കന്മാരെ കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പോൾ അമേരിക്കയിലോട്ട് സ്ത്രീകൾ പോയി കഴിഞ്ഞ ശേഷം അങ്ങോട്ടാണ് ഒഴുക്ക്, ഭർത്താക്കന്മാർ ഒഴുക്ക് അങ്ങോട്ടാണ്. അമേരിക്കയിൽ കേരളത്തിൽ നിന്ന് ചെന്ന് പറ്റിയ കുടുംബങ്ങളിൽ 75% ആദ്യം സ്ത്രീകൾ നഴ്സുമാരായി അവിടെ ചെന്ന് അവിടെ സാഹചര്യമൊക്കെ ഏതാണ്ട് പച്ച പിടിച്ചപ്പോൾ തിരിച്ചു വന്ന് നാട്ടിൽ നിന്ന് ഇവിടുത്തെ പുരുഷന്മാരെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന് അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ ആയിട്ട്, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെയാണ് ജോലി ചെയ്ത് വലിയ നാട്ടിൽ വരുമ്പോൾ വലിയ ഗമയിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമാണ്, വിവാഹത്തെപ്പറ്റി നാം ചിന്തിക്കുകയും അത് സംബന്ധമായ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ പുരുഷൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടോ എന്നാരും ചിന്തിക്കാറില്ല. പുരുഷൻ്റെ കുടുംബത്തിൽ മഹിമയുണ്ടോ? ഒരു പുരുഷന് വലിയ 5 അക്ക സാലറിയുണ്ട്, പുരുഷൻ മിടുക്കനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കാറുണ്ട്. വെളിച്ചമുണ്ടോ നോക്കാറില്ല. അവന് സ്നേഹിക്കാൻ കഴിവുണ്ടോ എന്നാരും നോക്കാറില്ല. പിന്നെ വിവാഹം കഴിയുമ്പോൾ പിറ്റേ തൊട്ട് തുടങ്ങും, സോക്കേട് തുടങ്ങും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്നേഹിക്കാൻ ഒരു യോഗ്യതയുണ്ട്. അതെന്താണ്? ഉള്ളിലെ വെളിച്ചം. ആ ഉള്ളിൽ വെളിച്ചത്തിന് പകരം അന്ധകാരം വെച്ചുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അതുകൊണ്ടുണ്ടാകുന്നതിൻ്റെ പേരാണ് നരകം എന്നുള്ളത്. നരകം എന്നുണ്ടെങ്കിൽ അതിതാണ്. എന്നാൽ അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് സ്നേഹിക്കപ്പെടുവാൻ യോഗ്യത ആർജിക്കുന്നതും അതിൽ മുതിരുന്നതും അവരുടെ കടമയാണ്. ആ പുരുഷൻ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്നേഹിക്കപ്പെടുവാനുള്ള അർഹത അനുദിനം വർദ്ധിപ്പിക്കേണ്ട കടമയുണ്ട്. ഈ സമൂഹം, നമ്മുടെ സമൂഹം സ്ത്രീയോട് ചെയ്ത വലിയൊരു അപരാധം ഈ തരുണത്തിൽ നാം തിരിച്ചറിയേണ്ടതാണ്. സ്ത്രീകളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ആദിമകാലം തൊട്ടേ, പ്രത്യേകിച്ച് പൗരസ്ത്യ സമൂഹങ്ങളിൽ, സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ഊന്നൽ. എന്തുകൊണ്ടെന്നാൽ സ്ത്രീയെ നിയന്ത്രിച്ചാൽ മാത്രമേ അവളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇവയൊക്കെ നിയന്ത്രിച്ചാൽ മാത്രമേ പുരുഷൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ സ്ത്രീ വർത്തിക്കുകയും അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭദ്രതയുണ്ടാകുകയും ചെയ്യത്തുള്ളൂ എന്ന ഒരു വലിയ പിടുത്തം നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിക്കാൻ തുടങ്ങിയിട്ട് നാളേറെ ആയില്ല. ഒരു 100-150 വർഷങ്ങൾക്ക് പുറകോട്ട് പോയാൽ പിന്നൊന്നുമില്ല, അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ത്രീയെ നിയന്ത്രിച്ച് അവരുടെ വളർച്ചയെ തടഞ്ഞ് അവളുടെ വില ഇടിച്ച് അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത സുനിശ്ചിതമാക്കാമെന്ന് വിചാരിച്ചൊരു വലിയ മൗഢ്യം ഇന്നും വലിയ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്താണ് ഈ നാശനഷ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട വശം? ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ, ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി, ഒരു സ്ത്രീ, അവൾ ഒരിക്കലും അവളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ വിജയിക്കുകയില്ല. അവൾ വാസ്തവത്തിൽ പൂർണ്ണമായി വികസനം പ്രാപിച്ചൊരു വ്യക്തി ആയിരിക്കുകയില്ല. അതുകൊണ്ട് അവളുടെ വില നന്നേ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു അപകർഷതാ ബോധം അവൾ അറിയാതെ അവിടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. ആ അപകർഷതാ ബോധം തൻ്റെ ഭർത്താവുമായി ബന്ധം പുലർത്തുന്നതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും ആ സ്ത്രീക്ക് ഉണ്ടാകുകയില്ല. പുരുഷനും അത് തിരിച്ചറിയുകയില്ല. പിന്നെ സംഭവിക്കുന്നത് മുഴുവൻ നരകതുല്യമായ യാതനകളാണ്. ഇത് രണ്ടു കൂട്ടരും മോശമായിട്ടല്ല, നമ്മുടെ ഇടയിൽ നാം മനഃപൂർവ്വം സൃഷ്ടിച്ചു വെച്ച പൈശാചികമായ ഒരു വ്യവസ്ഥിതിയിൽ ആണും പെണ്ണും പെട്ടുപോയത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ വേദനയാണിത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർ അവരെ തന്നെ
ഏറ്റവും കാര്യക്ഷമമായി കരുതുകയും അവരുടെ വ്യക്തിത്വത്തിൻ്റെ നാനാമുഖമായ വികസനം, പ്രത്യേകിച്ച് ആത്മീയമായ വികസനം സുനിശ്ചിതപ്പെടുത്തുവാൻ കൂട്ടാക്കുകയും ചെയ്യണം. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയാനുള്ളത്, സാധാരണ സംഭവിക്കുന്നത് പെൺകുട്ടികൾ വിവാഹം വരെ അവരെ എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കാനൊക്കെ നോക്കും. സൗന്ദര്യം കാത്തു സൂക്ഷിക്കും, മേന്മ കാത്തു സൂക്ഷിക്കും. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ ഭവനത്തിലെ ഒരു ഉരുപ്പടി മാത്രമാണ് ഞാൻ എന്ന ഒരു ധാരണയിൽ അവളെ തന്നെ എന്താണ് പറയുന്നത്, കരുതാത്തൊരവസ്ഥയിലേക്കായിത്തീരും. അറിയാതെ അവൾ തന്നെ അവളുടെ വില ഇടിച്ചുകൊണ്ടിരിക്കും. അത് ഭർത്താവിന് അറിയാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്ന തൻ്റെ ഭാര്യയോട് ഭർത്താവ് ബന്ധം പുലർത്തുമ്പോൾ ന്യായമായും ആ ബന്ധത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ വെളിച്ചം മങ്ങി 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 താഴോട്ട് പോകും. അങ്ങനെ ഏറെ താമസിയാതെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു വലിയ നിരാശ, വലിയ ഡിസപ്പോയിൻമെൻറ്റ് ഉടലെടുക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത്. പുരുഷനും സ്ത്രീ ജോലിക്ക് പോകുന്നതെങ്കിൽ ആയിടങ്ങളിൽ അത് ന്യായമാണ്. അത് അങ്ങനെ ആകരുതെന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം ഒരു വ്യക്തി ആജീവനാന്തം ഈ ഇച്ഛാഭംഗം കൊണ്ട് ജീവിക്കണമെന്നൊന്നും അതിലൊരു ദൈവികതയെ ഞാൻ കാണുന്നില്ല. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആരോഗ്യം വരുത്തുവാൻ തക്ക ക്രമീകരണം ചെയ്യാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിൻ്റെ കെടുതി അനുദിനം അനുഭവിച്ച് നരകതുല്യമായി ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും ഏറ്റവും ആദർശവതിയായും ആദർശവാനായും ജീവിക്കണം എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സിനെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആയിത്തീരുന്നതിൽ ന്യായമുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ സത്യസന്ധതയ്ക്ക് അല്പമെങ്കിലും ഇടമുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം. അതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്താണ് എന്ന് നാം തിരിച്ചറിയണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇന്ന് കാര്യമായ അസഹനീയമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്, ഉരിയാടരുത്, ആരും അറിയരുത്. ഇത് പൊതിഞ്ഞു വെച്ച് അന്ത്യം വരെയും കടിച്ചു പിടിച്ച് നിൽക്കണം. ഈ കാര്യത്തിൽ ഞാൻ പാശ്ചാത്യ സംസ്കാരത്തെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ നമ്മളെക്കാളൊക്കെ വളരെയേറെ സത്യസന്ധരാണ്. അവർ ഈ നാടകമൊന്നും കളിക്കാൻ പോകത്തില്ല. ഭാര്യാഭർത്തൃ ബന്ധം അസഹനീയമാണെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ അവർ മാന്യമായി വലിയ വഴക്കും പുക്കാറൊന്നുമില്ലാതെ അവർ രണ്ട് വഴിക്ക് പോകും. അവരവിടെ കാര്യം നോക്കും. പക്ഷെ കാര്യം നോക്കുമ്പോൾ വീണ്ടും അനേക തവണ ഇതേ തെറ്റുകൾ ആവർത്തിക്കും. അങ്ങനെ മിക്കവാറും ഒട്ടുമുക്കാലും ആളുകൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അതിൽ അപൂർവം ചിലർ ഒരു പക്ഷേ സ്ഥായിയായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ വിജയിച്ചു എന്ന് വരും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരും സത്യം പറയരുത്. ആജീവനാന്തം കാപട്യം മാത്രം അഭിനയിച്ച് കഴിഞ്ഞോണം. അതാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ കടമ എന്നൊക്കെ നാം പറയുമ്പോൾ അതിലെന്തെങ്കിലും നീതിയുടെ കണികയുണ്ടെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, വ്യക്തിപരമായും സമൂഹമായും സഭകളായും ഇന്ന് കുടുംബജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായ ദുരന്തങ്ങൾ, അസഹനീയമായ നരകങ്ങൾ തിരിച്ചറിയുകയും അതിൽ നിന്ന് എന്തെങ്കിലും വിടുതലോ ആശ്വാസമോ പ്രാപിക്കത്തക്കവണ്ണം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ശുശ്രൂഷ ചെയ്യുന്ന ഒരു കടമ ഉണ്ട് എന്നെങ്കിലും ഒന്ന് സമ്മതിക്കുവാൻ പ്രത്യേകിച്ച് സഭകൾ തയ്യാറാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന നിർദ്ദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയതാണ് എങ്കിലും അതിന്നും വളരെ അധികം അർത്ഥവത്താണ്, പ്രായോഗികമാണ്. അതല്ലാതെ മറ്റൊരു മാർഗമില്ല.
നമ്മളിപ്പോൾ പറയുന്ന വളരെ ഉപരിപ്ലവമായ ആശയങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന സാംസ്കാരിക ജൽപ്പനങ്ങൾ അത് വെറും മൗഢ്യമാണ്, പോഷത്വമാണ് എന്ന് എൻ്റെ ഭാഷയുടെ സർവശക്തിയും ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ 2 വീഡിയോയും വളരെ ക്ഷമാപൂർവം സഹിച്ച് ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി നിങ്ങളുടേതായ വിധത്തിൽ ഇത് സംബന്ധമായ കൂടുതൽ ചിന്തകളെ വാർത്തെടുക്കാൻ നിങ്ങൾ കൂട്ടാക്കുമെന്ന പ്രതീക്ഷയിൽ അതിലുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും, എല്ലാ ഭാര്യമാർക്കും, എല്ലാ ഭർത്താക്കന്മാർക്കും നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.